എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇരു മുന്നണികളും പ്രകടന പത്രിക ഇറക്കിയിരുന്നു. ഇതിൽ രണ്ട് മുന്നണികളും വലിയ വാഗ്ദാനങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വാഗ്ദാനം നടത്തി കുടുംബത്തിനുള്ള ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടാണ്. ഇരു മുന്നണികളും വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രഖ്യാപനങ്ങളിൽ ഒന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടാണ്. പ്രഖ്യാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി, ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരികയാണ് എങ്കിൽ നടപ്പിലാക്കും എന്ന് പറഞ്ഞ 5 പ്രധാന പദ്ധതികളിൽ ഒന്നാണ്. ഇത് വളരെയധികം പ്രതീക്ഷ നൽകുന്നതു തന്നെയാണ്. അതായത് നിലവിൽ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ ഉണ്ട് എങ്കിലും പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾക്കാണ് 5 ലക്ഷം രൂപയുടെ നിലവിലുള്ള പദ്ധതി സഹായം ലഭിക്കുന്നത്. എന്നാൽ പുതിയ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ പുതുതായി ഇതിലേക്ക് ആളുകൾക്ക് ചേരാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയോടെ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടുള്ള ആദര സൂചകമായിട്ട് ഈ പദ്ധതി അദ്ദേഹത്തിൻ്റെ പേര് നൽകിക്കൊണ്ടാണ് UDF നടപ്പിലാക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിനെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ ഇങ്ങനെയാണ്. പദ്ധതിയുടെ സവിശേഷതകൾ: ഓരോ കുടുംബത്തിനും പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം പദ്ധതി ഉറപ്പ് നൽകുന്നു എന്നുള്ളതാണ്. നിലവിലുള്ള പദ്ധതികൾ വഴി 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമാണ് ലഭിക്കുക. അത് തന്നെ കാരുണ്യ പദ്ധതികളിൽ അംഗമായവർക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അംഗമായവർക്ക് മാത്രമാണ്. അല്ലാത്ത ആളുകൾക്ക് കാരുണ്യ ബെനവലന്റ് ഫണ്ട് വഴി 2 ലക്ഷം രൂപയുടെ സഹായം നിലവിൽ ലഭിക്കുന്നുണ്ട്. എന്നാൽ 25 ലക്ഷം രൂപയുടെ സഹായം ഒരു കുടുംബത്തിന് ലഭിക്കും എന്നുള്ളത് വളരെയധികം ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ ഉള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് എന്ന് പറയാം. ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പേര് തന്നെയാണ് ഇതിന് നൽകിയിട്ടുള്ളത്. കാരണം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ജനസമ്പർക്ക പരിപാടികൾ നടത്തിയതിലൂടെ നിരവധി പരാതികൾ കേൾക്കുകയും അതിലൂടെ ധനസഹായങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയതും കാരുണ്യ ലോട്ടറി മുഖാന്തരം പദ്ധതി നടപ്പിലാക്കിയതും ഉമ്മൻചാണ്ടി തന്നെയാണ്. കേരളത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും ഈ ഇൻഷുറൻസ് പരിധിയിൽ കൊണ്ടുവരും എന്നതാണ് പ്രധാനപ്പെട്ട വാഗ്ദാനം. അതായത് ആർക്കും ഇതിൽ ചേരാൻ കഴിയും, അല്ലെങ്കിൽ കേരളത്തിൽ ഉള്ള ഒരാളാണ് എങ്കിൽ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും എന്നുള്ളതാണ് വാഗ്ദാനം. അത് തന്നെയാണ് പദ്ധതിയുടെ ഹൈലൈറ്റ്. ആരും ഇതിൽ നിന്ന് പുറത്താവുകയില്ല. ചില കാരണങ്ങൾ കൊണ്ട് പല ആളുകൾക്കും നിലവിലുള്ള ഇൻഷുറൻസ് പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ചികിത്സാ ചിലവുകൾ കാരണം ഒരു കുടുംബത്തിന് സാമ്പത്തിക പ്രതിസന്ധി വരരുത് എന്ന ലക്ഷ്യമാണ് ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഒന്നാമതായി ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റ് ഇൻഷുറൻസ് വാഗ്ദാനങ്ങളും UDF പ്രകടന പത്രികയിലുണ്ട്. ഈ ഇൻഷുറൻസിനൊപ്പം തന്നെ ചെറുകിട വ്യാപാരികൾക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പയും UDF വാഗ്ദാനം ചെയ്യുന്നു. നിലവിൽ കേരളത്തിലെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് വഴി പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമാണ് ലഭ്യമാകുന്നത്. ഇതിന് പകരം അല്ലെങ്കിൽ ഇതിനെ വിപുലീകരിച്ച രൂപമായിട്ട് 25 ലക്ഷം രൂപയുടെ പുതിയ പദ്ധതിയാണ് UDF മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം ഭരണകക്ഷിയായിട്ടുള്ള LDF തങ്ങളുടെ പ്രകടന പത്രികയിൽ ചികിത്സാ സഹായത്തിന് പരിധി ഇല്ലാതെ ലിമിറ്റ്ലെസ് ചികിത്സാ പദ്ധതി നടപ്പിലാക്കുമെന്ന വാഗ്ദാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് സർക്കാർ വന്നാലും എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ച് ചികിത്സാ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജനങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അടിത്തറ ഇല്ലാതാക്കുന്ന ചികിത്സാ ചിലവുകൾക്ക് സർക്കാരിൻ്റെ ഒരു ഗ്യാരണ്ടി എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയവുമാണ്. അത് ഏത് സർക്കാർ വന്നാലും കാര്യക്ഷമമായി നടപ്പിലാക്കുകയും പരമാവധി എല്ലാ ആളുകളെയും അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ദൂരേക്ക് ബൈ.